ഹലോ. അപ്പം കുറേ നാളത്തെ ശേഷം ഞാൻ വീഡിയോ എടുക്കുകയാണ്. എനിക്ക് കുറച്ച് തിരക്കുകളൊക്കെ ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം എല്ലാവരും എൻ്റെ കൂടെ കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇന്ന് രാവിലെ അമ്മയും ചേച്ചിയും കൂടെ ചക്ക എടുത്താൻ പോവാം. അപ്പം നമുക്ക് ചക്ക എടുത്തി വെട്ടിപ്പറിച്ച് അത് വേവിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചക്ക വീട്ടിലെല്ലാവർക്കും ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് ഒരു ചടങ്ങ് പോലൊക്കെയായി ചക്കയിടത്തക്കും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ. മാറി നിൽക്കുക, അല്ലെങ്കിൽ എൻ്റെ തലയിൽ തന്നെ വീഴുന്നു. അടിപൊളി. മൂന്ന് ചക്ക എന്തിനാണെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ ഞങ്ങൾ 3 ചക്ക വെട്ടിപ്പറിച്ച് ഫ്രിഡ്ജിനകത്താക്കി കവറിനകത്താക്കി ഞങ്ങൾ വെച്ചിരുന്ന 2-3 ദിവസം, 2-3 എത്ര ദിവസം ചേച്ചി നമുക്ക് എടുക്കാൻ പറ്റും? ഒരാഴ്ചയൊക്കെ കവറിനകത്ത് കെട്ടിപ്പൊതിഞ്ഞ് നല്ല ടൈറ്റായിട്ട് പൊതിഞ്ഞ് വെച്ചിരുന്ന നമുക്ക് ഒരാഴ്ച വരെ നമുക്ക് ഉപയോഗിക്കാം. ഞങ്ങളുടെ ചാർലിയാണ് കുരയ്ക്കുന്നത് കേട്ടോ. അവനാണെങ്കിൽ ഒരു പട്ടിയോ പൂച്ചയോ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കുരയാണ്. പിന്നെ അത് പോകുന്നിടം വരെ ഇങ്ങനെ നിർത്താതെ കുരച്ചുകൊണ്ട്. നമ്മുടെ വീട്ടിലെ ചക്ക അരിയുന്ന അമ്മയാണേ. തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം, ഉപ്പ്, കരിവേപ്പില, വെളുത്തുള്ളി. ചക്കയ്ക്ക് 1-1.5 കപ്പ് വെള്ളമാണ് നമ്മളിന്ന് ഒഴിച്ചേ. അത് കാണിച്ചില്ല. ഈ മഴ സമയത്തൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ചക്കയ്ക്ക്. എനിക്കാണെങ്കിൽ ഈ ചക്കയൊക്കെ വേവിച്ച് നല്ല ചൂട് ചക്ക വാഴയിലേക്കകത്തിടുമ്പോഴത്തേന് അതിനൊരു പ്രത്യേക മണം. അങ്ങനെ കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം. വെളിച്ചെണ്ണയൊക്കെ എടുത്തൊഴിക്കും നോക്കി ചേച്ചി. നമ്മുടെ ചക്ക റെഡിയായി. ഞങ്ങളുടെ കാന്താരിയും വെളുത്തുള്ളിയും ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ചാരിച്ച്, ഉപ്പും മുളകും പിന്നെ ചക്കയും. അപ്പം കഴിക്കട്ടെ.